ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. മലപ്പുറത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. അത്തിപ്പറ്റ സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. അയൽവീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് ഫാത്തിമ. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ. മുബഷീർ, ദുരൂഹത സംശയിക്കുന്നുണ്ടോ? പോലീസ് അന്വേഷണം തുടങ്ങിയല്ലേ? റോഷി, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് എടയൂർ പഞ്ചായത്തിലെ അത്തിപ്പറ്റയിലാണ് ഒരു സംഭവം. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഒരു മേഖലയിലെ ആൾതാമസമില്ലാത്ത ഇരുനില വീടിനോട് ചേർന്നിട്ടുള്ള ഈ വീടിൻ്റെ ഭൂമിയിൽ തന്നെയുള്ള ഒരു വാട്ടർ ടാങ്കിൽ ഒരു മൃതദേഹം കാണപ്പെടുന്നത്. 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ആദ്യഘട്ടത്തിൽ കാണപ്പെടുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വാട്ടർ ടാങ്കിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവിടെയുള്ള തൊഴിലാളികൾ ഒരാൾ രാവിലെ മരിച്ച നിലയിൽ ഒരു സ്ത്രീയെ കാണപ്പെടുന്നത്. തൊട്ടപ്പുറത്തെ മേഖലയിൽ ജാതിക്ക പോലെയുള്ള കൃഷികൾക്കൊക്കെ വേണ്ടി തന്നെ വെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വാട്ടർ ടാങ്കാണിത്. അതിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇത്തരമൊരു മൃതദേഹം കാണപ്പെടുന്നത്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഈ മേഖലയിൽ തന്നെയുള്ള പ്രദേശവാസിയായിട്ടുള്ള അത്തിപ്പറ്റ സ്വദേശി ഫാത്തിമയാണ് മരിച്ചത് എന്നുള്ളതാണ്. 45 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്. ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ കാണുന്ന വീട്ടിലാണ് ഫാത്തിമ കഴിഞ്ഞ 30 വർഷത്തോളമായി ജോലി ചെയ്തു വരുന്നത്. അവിടെ ശുചീകരണ തൊഴിൽ ഉൾപ്പെടെയുള്ളവ ചെയ്തു വരികയായിരുന്നു. എന്തായാലും ഈ മരണത്തെ തുടർന്ന് ഈ മേഖലയിലേക്ക് വിദഗ്ധ സംഘം, ഫോറൻസിക് പോലെയുള്ള വിദഗ്ധ സംഘം ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. എന്തായാലും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള ഉണ്ടാവുക. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ദുരൂഹതയുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ വളാഞ്ചേരി പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിലും നമുക്ക് എടുക്കാം.